നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിബന്ധനകൾ നീക്കി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയാണ്. പ്രവാസികൾക്ക് ഇനി മുതൽ സന്തോഷകാലം. ഒമാനിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുമ്പായി തന്നെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയുണ്ടായി. രാജ്യത്ത് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് നൽകിയ പുതിയ സർക്കുലറിലാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഫെബ്രുവരി 21-നാണ് ഏവിയേഷൻ അതോറിറ്റി പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതായും സർക്കുലറിൽ വ്യക്തമാക്കുകയുണ്ടായി. രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ സാഹചര്യം വിലയിരുത്തിയ ശേഷം കോവിഡ് കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ യാത്രയ്ക്ക് മുമ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ www.travel.moh.gov.om എന്ന വെബ്സൈറ്റിൽ യാത്രയുമായും കോവിഡ് വാക്സിനേഷനുമായും നെഗറ്റീവ് PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു. ഇതാണ് സുപ്രീം കമ്മിറ്റി ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദേശീയ യാത്രക്കാർ ചുരുങ്ങിയത് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചു എന്നതിന്റെ സർട്ടിഫിക്കറ്റ് യാത്രാവേളയിൽ ഹാജരാക്കിയിരിക്കണം. ഒമാനിൽ അംഗീകാരമുള്ള കോവിഡ് വാക്സിന്റെ ഡോസുകളായിരിക്കണം എടുത്തിരിക്കേണ്ടതെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെത്തുന്ന സ്വദേശികൾക്കും 18 വയസ്സിന് താഴെയുള്ള പ്രവാസികളുടേതടക്കമുള്ള കുട്ടികൾക്കും ഈ നിബന്ധന ബാധകമല്ല. അതോടൊപ്പം രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സമയത്തോ രാജ്യത്തെത്തിയ 24 മണിക്കൂറിനുള്ളിലോ കോവിഡ് ബാധയില്ലെന്ന് തെളിയിക്കുന്ന കോവിഡ് RT-PCR പരിശോധനയിലെ നെഗറ്റീവ് ഫലം ഹാജരാക്കണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും ഈ നിബന്ധന ബാധകമാണ്. അതോടൊപ്പം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വേണമെന്ന നിർദ്ദേശവും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ സർക്കുലറിലുണ്ട്. അതിനിടെ രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ നിരക്ക് വലിയ തോതിൽ കുറഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ തിങ്കളാഴ്ച 1036 പുതിയ പ്രതിദിന കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4 പേർ കൂടി കോവിഡ് ബാധ മൂലം മരണപ്പെടുകയുണ്ടായി. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,76,724 കോവിഡ് മരണം 4,234 ഇതിനോടകം തന്നെ 3,58,133 പേരാണ് കോവിഡ് മുക്തി നേടിയത്. 95.1% രോഗമുക്തി നിരക്ക്. 69 പേരെയാണ് പുതുതായി കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.